ഏറെ സ്നേഹം നിറഞ്ഞ ഉസ്താദമാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്ഷേമം കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉപദേശിക്കാനൊന്നും വന്നല്ല, ഞാൻ അതിന് യോഗ്യനുമല്ല. സസ്നേഹം എന്റെ സ്വന്തത്തോട് നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ചിന്തയിൽ വെക്കുന്നവർക്ക്, അത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഭാവി ഭാസുരമാകും. അല്ലാത്തവർ അവരും അവരുടെ ചുറ്റുവട്ടത്തുള്ളവരും കണ്ണീർ കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ഉസ്താദന്മാരോട് മാത്രമായി പറയുന്നൊരു ഉപദേശമാണ്, ഒരു നസീഹത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തതായ എന്താണ്? നമ്മളിപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന പള്ളിയിലെ വരുമാനമാണോ, അതല്ല നമ്മുടെ ആത്മാഭിമാനമാണോ? നിസ്സംശയം നമ്മളെല്ലാവരും പറയും ആത്മാഭിമാനമാണെന്ന്. ആ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഭാര്യയും നമ്മുടെ പെൺമക്കളും ജീവിച്ചിരിപ്പുള്ള വാപ്പയും ഉമ്മയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അപമാനഭാരത്താൽ തലകുനിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നഷ്ടപ്പെടുക എന്നുള്ളതല്ലേ? ഈ പള്ളി ജോലി എന്നുള്ളത് വലിയൊരു ഹിദ്മത്താണ്. റബ്ബിന്റെ മുമ്പിൽ വലിയ കൂലി കിട്ടുന്നൊരു കാര്യമാണ്. ദഅവത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു വഴി കൂടിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അറിയാലോ. ഇതാ ഉസിദല്ല മുറിയില വൈരി അഖ്ലി ഫന്തദിസ. അനർഹരായ ആളുകളിലേക്ക് അധികാരം, ഇസ്ലാമിന്റെ കൈകാര്യകർത്താക്കളായ അനർഹരായ ആളുകൾ വരുമ്പോൾ നിങ്ങൾ അന്ത്യനാളിനെ സൂക്ഷിക്കണം. പലയിടത്തും ഇത്തരം സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഒന്നിരിക്കെ സംഘടന ആരാധകരായിരിക്കും. അന്ധമായ സംഘടനാ വിരോധവും ഭ്രാന്തമുള്ള ആളുകളായിരിക്കും. അവിടെ വരുന്ന ഉസ്താദ് 4 മദ്ഹബിനും ഫത്വ കൊടുക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ പോലും, നല്ല പ്രഭാഷകനും നല്ല ചിന്തകനും നല്ല എഴുത്തുകാരനും നല്ല കർമ്മോത്സുകനായ ദാഇയാണെങ്കിൽ പോലും നമ്മന്റെ സംഘടനക്കാരൻ അല്ല എന്നൊറ്റ കാരണം കൊണ്ട് ഉസ്താദ് ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം മുതൽ ഉസ്താദിന്റെ ഉളു മുറിയുന്നത് നോക്കി നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇനി അതല്ല എങ്കിൽ പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ നമ്മളോട് ഉണ്ടാകലുണ്ട്. പലയിടത്തും നമുക്ക് കാണാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന വിഷയം ഇതാണ്. ഒരു മഹലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള കമ്മിറ്റിക്കാർക്കോ അവിടെയുള്ള ജനങ്ങൾക്കോ നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള വിരക്തിയോ താല്പര്യക്കുറവോ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എത്ര വരുമാനം കുറവാണെങ്കിലും ചെറിയൊരു തൈക്കാവിലേക്കാണെങ്കിലും നമ്മൾ വേഗം ഹൈറായ മറ്റൊരു വഴി നോക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ആർക്കെങ്കിലും നമ്മളോട് വൈരാഗ്യം ഉണ്ടായാലും നമ്മൾ ഒന്നാമത്തെ കാര്യം ഉസ്താദന്മാർ അസംഘടിതരാണ്. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും സഹായിക്കാൻ നമുക്ക് കാണില്ല. ഒരു മഹല്ലത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്കൊരു വിയോജിപ്പുണ്ടായി നമ്മളോട് പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ വരും, എന്ത് ചെയ്യും? ഉസ്താദിന്റെ കൂടെ ഞങ്ങളോട് ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളെ സോപ്പിട്ട് അങ്ങനെ പിടിച്ചു നിർത്തും. പക്ഷെ അതിൽ കാര്യമില്ല. അവസാനം നമ്മൾ വന്നു ചേർന്നവരാണ് ആ നാട്ടുകാർ. അവരെല്ലാവരും നാട്ടുകാരാണ്. അവരിന്നല്ലെങ്കിൽ നാളെ അവരെ കൊന്നായി പോകേണ്ടവരാണ്. നമ്മുടെ കാരണം കൊണ്ട് അവർ ഭിന്നിക്കാനും പാടില്ല. മറ്റുള്ളവന്റെ വാക്ക് കേട്ട് നമ്മളവിടെ നിന്ന് അവസാനം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ശശിയായി പോകുന്ന അവസ്ഥയും വരും. അതുകൊണ്ട് കാലേക്കുട്ടി പറയാനുള്ളത്, ഒരു മഹല്ലത്തിൽ നമ്മളെ താല്പര്യമില്ലെങ്കിൽ, അവർക്ക് ഇന്ന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇന്നലെ താല്പര്യമില്ല, അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുക. ജോലി ഇഷ്ടം പോലെ കിടക്കല്ലേ, ഹൈറായ വഴി അല്ലാഹ് തരും. വാഗീര പടച്ച തമ്പുരാൻ അന്നം തരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ജോലി തരും. നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലോ കുഴപ്പമെന്ന് പറഞ്ഞാൽ നാടന്മാർക്ക് ഏത് അറ്റം വരെ വേണേലും പോവാം അല്ലേ? പല സ്ഥലത്തും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ്. നമ്മളോട് വൈരാഗ്യം മൂത്ത് കഴിഞ്ഞാൽ സ്വന്തം മക്കളെ ഉപയോഗപ്പെടുത്തി വരെ തല്ലിയെന്നും ഇടിച്ചെന്നും ഒക്കെ കാരണങ്ങളുണ്ടാക്കി നമ്മുടെ ആത്മാഭിമാനത്തിന് കളങ്കം വരുത്തും. അതുകൊണ്ട് താല്പര്യം കുറയുമ്പോൾ മെല്ലെ അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കരുക. അല്ലാഹു എല്ലാവർക്കും മുന്തിയ ജസാഅ തരട്ടെ, ഖൈർ തരട്ടെ. ആമീൻ.